പല ഹീലേഴ്സും അവർ പുറത്തോട്ട് വിടുന്ന സെക്ഷൽ ഊർജ്ജം അവർ ചെന്ന് കയറി കൊടുക്കുമ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥയിലാണ് ചോദ്യം ചെയ്യുന്നത്. മണി മോട്ടീവ് ആവാനേ പാടില്ല ഈ മേഖലയിൽ. കാരണം ഈശ്വരൻ തന്ന കഴിവാണ്. പണമില്ലാത്തവർ നമ്മുടെ അടുത്ത് വരും, പണമുള്ളവർ നമ്മുടെ അടുത്ത് വരും. പണമുള്ളവന് മാത്രമല്ല ഇത് കൊടുക്കേണ്ടത്, പണമില്ലാത്തവനും നമ്മൾ സൗജന്യമായിട്ട് നമുക്ക് സേവനം ചെയ്യാൻ പറ്റണം. റോജിൻ ബാബാജി ഹീലിംഗ് നടത്തി ജീവിതം തന്നെ നയിച്ചു പോയുള്ള കുറച്ച് ആളുകളെ എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഈ ഹീലിംഗ് എന്ന പേരിൽ ഒരു പറ്റ ആളുകളുടെ ജീവൻ നശിപ്പിക്കുവാണെന്ന് ഞാൻ പറഞ്ഞാൽ അതല്ല എന്ന് ബാബാജിക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? ഞാൻ സ്ഥാപിക്കുന്നില്ല, അത് ഉള്ള കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ബാബാജി അങ്ങനെ സംഭവിക്കുന്നത്? ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രോസസ്സ് അവർക്കറിയില്ല. എനിക്ക് തന്നെ അറിയില്ല എത്രയോ പേരാ ഹീലിംഗ് കൊടുത്ത്, മെഡിറ്റേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊടുത്ത് ജീവിതം തകർന്നു പോയി തരും. എന്തുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ഹീലേഴ്സും അവർ പുറത്തോട്ട് വിടുന്ന എനർജി പ്യുവർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊരു ഹീലറാണ്. എൻ്റെ ഉള്ളിലെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന കാർമികമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം എൻ്റെ എനർജിയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രശാന്തിനെ ഹീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹീൽ ചെയ്യുമ്പോൾ എൻ്റെ കാര്യം കൂടി തരുന്നത്. ചില സമയത്ത് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോൾ നമുക്കാണ് കിട്ടണമെന്ന് വിചാരിക്കും. അല്ല, ചില സമയത്ത് ഹീലേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ ഇങ്ങോട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് വരും, നമ്മൾ നെഗറ്റീവായി പോകും. അതുകൊണ്ട് എപ്പോഴും ഒരു ഹീലറെ നിങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഹീൽ ചെയ്ത വ്യക്തികളുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഞാൻ ആലോചിച്ചെങ്കിൽ പല ഹീലേഴ്സും അവർ പുറത്തോട്ട് വിടുന്ന സെക്ഷൽ ഊർജ്ജം. ഇത് എന്തുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പറയേണ്ട കാരണങ്ങളായിരിക്കാം ഇത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷൻ്റെ അകത്ത് ഒരുപാട് സെക്ഷലായിട്ടുള്ള അബ്യൂസുകൾ നടക്കുന്ന പ്രൊഫഷനാണ് ഹീലിംഗ് പ്രൊഫഷൻ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ വ്യക്തി ഈ പറയുന്ന രീതിയിൽ സ്പിരിച്വൽ ആണോ, ആ വ്യക്തിയുടെ ലൈഫ് സ്പിരിച്വലോടെയാണോ കടന്നു പോകുന്നത്, ആ വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ്. അതായത് റോജിൻ ബാബാജി പറഞ്ഞു വരുന്നത് സ്വാർത്ഥ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഹീലിംഗിനെ കൊണ്ടുനടക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നാണ് ബാബാജി പറയുന്നത്. ഉറപ്പില്ല, ഉണ്ട്. അതെല്ലാ ഫീൽഡിലും ഉള്ള പോലെ തന്നെ, എല്ലാ ഫീൽഡിലും ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഇതിന് തെളിവില്ലാതെ മാത്രമേ ഉള്ളൂ. ഞാനൊരു എനർജി പാസ് ചെയ്തു, ആ എനർജി പ്രശാന്തിന്റെ ലൈഫിൽ എങ്ങനെ സംഭവിക്കുന്നു പ്രശാന്ത് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു സംശയമാണ്. ഒന്നും പറയാൻ പറ്റില്ല. അതുവരെ ഉണ്ടായിരുന്ന പ്രശാന്തിന്റെ സന്തോഷവും സമാധാനവും അസുഖങ്ങളിലോട്ട് പ്രശാന്ത് കൺവേർട്ട് ആവും. ഒരു കാരണവശാലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന്, നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന്, ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് എനർജി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച് നശിച്ചു പോയ ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം, അത് മനസ്സിലായി. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുമോ നിന്നാളുടെ അത് നമ്മളൊരു എന്താ പറയുക, നമ്മളൊരാളെ മോശക്കാരനായി തുല്യവും. അപ്പോൾ പല ആളുകളും മനസ്സിലാക്കുക, എല്ലാ മനുഷ്യനും ഹീലിംഗ് ചെയ്യാനുള്ള കഴിവില്ല. നിങ്ങൾ ഹീലേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അത് എന്തൊരു ഹീലിംഗ് ആവട്ടെ, ചെയ്യാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന ഏത് പ്രൊഫഷനിലും എന്താ പറയുക, തട്ടിപ്പാരും വെട്ടിപ്പാരും ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ പ്രൊഫഷനിലും തട്ടിപ്പാരും വെട്ടിപ്പാരും ഉണ്ടെന്നാണ് ബാബാജി പറയുന്നത്. ഇതിനകത്ത് 90% തട്ടിപ്പും വെട്ടിപ്പും. ഓക്കെ ബാബാജി, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. എവറിത്തിങ് ഫോർ മണി, എല്ലാം പണത്തിന് വേണ്ടിയാണ്. എല്ലാവരും നിൽക്കുന്നത് പണത്തിന് വേണ്ടിയാണ്. എനിക്കാണെങ്കിലും റോജിൻ ബാബാജിക്കാണെങ്കിലും പണം വേണം. നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ ഈ ക്യാമറമാന്മാരായിട്ടുള്ള ഈ കുട്ടികൾക്കും പണം വേണം. അപ്പം ശരിക്കും പണത്തിന്റെ പേരിൽ ഹീലിംഗ് ഒരു തട്ടിപ്പായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് തന്നെയാണ് ബാബാജി പറയുന്നത്, ഉറപ്പായിട്ടും. അപ്പം അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പിരിച്വൽ ആയിട്ട് ഹീലിംഗ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കില്ലേ? കണ്ടെത്തി കാരണം പോകുന്നത് നിങ്ങളുടെ കൊണ്ട് ക്രെഡിബിലിറ്റി ആണല്ലോ. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അവരെ കണ്ടെത്തി പുറത്തെത്തിക്കുമല്ലോ. ഞാനിപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ഞാനും വലിയ സംഭവമാണെന്നോ അല്ലെങ്കിൽ ഞാൻ വലിയ ഹീലറാണെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. ഞാൻ പലപ്പോഴും ഹീലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്, മനസ്സിലായോ? അതായത് എനിക്ക് വരുന്ന പല കോളുകളും പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും ഒഴിവാക്കി വിടാറ്. കാരണം ഞാൻ ഹീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷണൽ മേഖലയല്ല. പക്ഷേ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്കും ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ പൈസ പോലും വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്, ഞാൻ വളരെ സൗജന്യമായിട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ അനുഭവങ്ങളിൽ മാത്രം വിശ്വസിക്കുക. അല്ലാതെ ഞാൻ എന്ത് പറയുന്നതല്ല നിങ്ങൾ കേൾക്കണ്ടേ. നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് എന്ത് ലഭിച്ചു, അതിൽ മാത്രം വിശ്വസിക്കുക. അതല്ലാതെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വരുന്ന സമയത്ത് ഞാൻ പറയാം, ഒരു 10,000-10,000 രൂപ പൂജയ്ക്ക് ഉപയോഗിക്കണം, നിങ്ങൾ അവിടെ പോയി ഇവിടെ പോ. ഇതല്ല ഹീലിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം. അവർ പറയുന്ന പ്രോസസ്സ് നമ്മൾ കുറേ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടണം. പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് വേണം അത് ചെയ്യാൻ, മനസ്സിലാവും. അപ്പോൾ ഈ പ്രസ്ഥാനത്തോടൊന്നും ഇവിടെ നിൽക്കുന്ന ആളുകളോടൊന്നും നമുക്ക് തർക്കിക്കാനും ജയിക്കാനൊന്നും പറ്റുന്നില്ല. ഇത് എന്താ പറയുക, അത് ആ ആളുകളെല്ലാം മണി മോട്ടീവായിട്ട് ജീവിക്കുന്ന ആളുകളാണ്.
നമ്മൾ പോയിട്ട് എന്ത് വഴക്കുണ്ടാക്കണതിനിടയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കാന്നുള്ളത് അതിൻ്റെ അകത്ത്. അല്ലാതെ ഞാൻ നിന്നിട്ട് ഇതിനോടൊന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം എൻ്റെ കർമ്മമേഖല അതല്ല, എനിക്ക് ഇതിനോടൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടതല്ല. നമ്മൾ അത് തുറന്നു പറയാലോ, എൻ്റെ കർമ്മമേഖല ഇതല്ല. എൻ്റെ കർമ്മമേഖല എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു പറയുന്ന ഒരു സ്പിരിച്വാലിറ്റിയുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതല്ലാതെ എനിക്ക് ഇവിടെ നടക്കുന്ന അതിക്രമങ്ങൾ നടക്കുമെന്ന് പറയാൻ എന്നോട് പറ്റുള്ളൂ. ഇങ്ങനെ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും എനിക്കൊരു സംശയം ബാക്കിയാകുന്നത്, ഇങ്ങനെ പറ്റിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നവർ എന്തുകൊണ്ടാണ് അവർ മുഖ്യധാരയിലേക്ക് വരാത്തത്? അവർക്ക് പ്രതികരിക്കാമല്ലോ, നമുക്ക് പറ്റില്ല. കാരണം നമ്മളെ ആരും വിശ്വസിക്കില്ല എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ വഞ്ചിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഇത് മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വെളിയിലേക്ക് എത്തിക്കുന്നില്ല? അപ്പോൾ അവർ മറ്റുള്ളവരോട് ചെയ്യുന്ന ചതിയല്ലേ? എനിക്ക് കിട്ടി, ഞാൻ പെട്ടു, എന്നാൽ പിന്നെ നിങ്ങളും പെടട്ടെ എന്നൊരു ചിന്താഗതിയല്ലേ അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഇല്ല, നമുക്കിത് ഇങ്ങനെ പറയാനല്ല വേണ്ടത്. അതായത് ഇതിനകത്ത് പ്രശ്നമുണ്ട്. ഓരോ മനുഷ്യൻ്റെയും മാനസികമായ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ഇതിൽ ചെന്ന് ചാടുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അവർ പലപ്പോഴും കുടുംബത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് ഇവരെല്ലാവരും ചെയ്യുന്ന ഹീലേഴ്സിൻ്റെ അടുത്ത് ചെല്ലുന്നത്. സ്പിരിച്വൽ ഹീലേഴ്സ് എന്ന് പറഞ്ഞാൽ ജ്യോതിഷം തൊട്ട് താഴ്ത്തോട്ട് ഒരുപാട് ഹീലേഴ്സ് ഉണ്ട്. റൈക്കി, പ്രാണി ഹീലിംഗ്, മെസ്മർസ്, എന്നിട്ട് ഒരുപാട് ഹീലേഴ്സ്. നമുക്ക് എണ്ണിയാൽ പോലും തീരാത്ത ഹീലേഴ്സ് ഉണ്ട്. ഒരു പക്ഷേ പള്ളിയിൽ അച്ഛന്മാർ വരെ ചെയ്യുന്നതും ഈ ഹീലിംഗ് പ്രോസസ്സാണ്. അപ്പോൾ അവർ ചെന്ന് കയറി കൊടുക്കുമ്പോൾ അവരുടെ നിസ്സഹായാവസ്ഥയിലാണ് ചോദ്യം ചെയ്യുന്നത്. അതായത് പലപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ഹീലറിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോകരുത്. അതായത് ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായ ഒരു ഇമോഷനാണ്. നിങ്ങൾക്ക് ഞാനൊരു ഭയം തന്നാൽ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ. നിങ്ങളെ ഞാൻ പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കുക, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ അതല്ല ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്. ഹീലർ എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി അതല്ല. ഒരു ഹീലർ എപ്പോഴും സത്യസന്ധനായിരിക്കണം. മണി മോട്ടീവ് ആവാനേ പാടില്ല ഈ മേഖലയിൽ. കാരണം ഈശ്വരൻ തന്ന കഴിവാണ്. പണമില്ലാത്തവൻ നമ്മുടെ അടുത്ത് വരും, പണമുള്ളവനും നമ്മുടെ അടുത്ത് വരും. പണമുള്ളവന് മാത്രമല്ല ഇത് കൊടുക്കേണ്ടത്, പണമില്ലാത്തവനും നമ്മൾ സൗജന്യമായിട്ട് നമുക്ക് സേവനം ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ കഴിവ് നിലനിൽക്കുള്ളൂ. എങ്കിൽ മാത്രമേ എന്നിലോട്ട് വരുന്ന, ഇപ്പം ഞാനൊരു ഹീലറാണെങ്കിൽ എന്നിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജിനെ ബ്ലോക്ക് ചെയ്യുന്നത് എൻ്റെ ഈശ്വരനാണ്. എനിക്കിതിനകത്ത് ഒരു പങ്കുമില്ല. ഞാനൊരു മീഡിയമായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചാലൊന്നും എനിക്ക് ഈ പറയുന്ന എനർജി ഒന്നും എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നിലൂടെ ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത്. ഈശ്വരൻ്റെ എനർജിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഈശ്വരൻ്റെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് ഞാനല്ല പറയുന്നത്, ആ സമയത്ത് ഈശ്വരൻ്റെ ഇടപെടലാണ് സംഭവിക്കുന്നത്. അല്ലാതെ എനിക്കിതൊന്നും പറയാനൊന്നും കഴിവുമില്ല, എനിക്ക് ഇത്തരത്തിലുള്ള ഹീലിംഗ് ചെയ്യാനുള്ള ശക്തി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം നാളെ ഒരിക്കലും ഒരു ബലൂൻ്റെ കാറ്റ് പോയാലും ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ കാറ്റില്ലാതെ പാറി കിടക്കാം. അപ്പം പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മേഖലയിൽ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ പോകുന്ന ആൾ മനസ്സിലാക്കാം. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പാനിക്കാവും. ഇപ്പം നമ്മുടെ വീട്ടിൽ നിരന്തരം അസുഖങ്ങൾ വരാം, നമ്മൾ പാനിക്കാവും. നമ്മുടെ മൈൻഡിൽ മൊത്തം ആ പ്രശ്നത്തിന് എങ്ങനെ മാറ്റണം. ഇപ്പം നമുക്ക് കുടുംബത്തിലൊരു കലഹം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ തടസ്സം ഉണ്ടാവാം. നമ്മുടെ ചിന്ത മൊത്തം എന്ന് പറയുന്നത് ഓക്കെ, അതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു കൂടോത്രമാണ്, അല്ലെങ്കിൽ കൈവശമാണ്, അത് നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റണം. ശരിക്കും കൂടോത്രം കൈവശമൊക്കെ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് സംസാരിക്കാം. അപ്പം റോജിൻ ബാബാജി പറഞ്ഞു വന്നത്, എല്ലാ മേഖലയിലും പോലെ തന്നെ ഹീലിംഗ് മേഖലയിലേക്കും ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരെ തിരിച്ചറിയേണ്ടത് സാധാരണ ജനങ്ങൾ തന്നെയാണ്. ഇപ്പം റോജിൻ ബാബാജി പറഞ്ഞ സംഭവത്തിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, പണമുള്ളവൻ വന്നാലും ഇല്ലാത്തവൻ വന്നാലും ഞാൻ ഹീലിംഗ് കൊടുക്കും. എന്തായാലും ബാബാജിയുടെ ചിന്തകൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ, ഇനിയും ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. നന്ദി.